സെക്കൻഡ് വാഴ വിജയിച്ചു, വാഴ നമ്പർ അതിലെന്താണ് കുറച്ച് യൂട്യൂബിൻ്റെ ചെക്കന്മാർ വന്ന് ചെയ്യുന്ന കോപ്രാളികൾ അത് വിജയിച്ചു. പലവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സെക്കൻഡ് വാഴ വിജയിച്ചു, വാഴ നമ്പർ അതിലെന്താണ് കുറച്ച് യൂട്യൂബിൻ്റെ ചെക്കന്മാർ വന്ന് ചെയ്യുന്ന കോപ്രാളികൾ അത് വിജയിച്ചു, പാട്രിയോട്ടിന് പിന്നെ എന്ത് പറ്റുന്നു? അത് രണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. വാഴ എന്ന് പറയുന്നതിൽ ഒരു നല്ല സന്ദേശം കൊടുക്കുന്നുണ്ട് പുതിയ തലമുറക്ക്. അവർ വിദേശത്ത് പോകുന്ന സ്വപ്നങ്ങളുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് വരച്ചു കാട്ടുമ്പോൾ, പാട്രിയോട്ട് ആധുനിക ലോകത്ത് ജനങ്ങളെ എങ്ങനെ ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള നല്ലൊരു സബ്ജക്റ്റാണ്. പക്ഷെ അതിനെന്തു പറ്റി എന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ തിരക്കഥയേക്കാൾ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ ബാഹുല്യം, അതും സൂപ്പർ നടന്മാരുടെ മമ്മൂട്ടി, മോഹൻലാൽ, പഴയ തലമുറയിലും ഇന്ന് തലമുറയിലെയും സൂപ്പർ സ്റ്റാറുകളും പുതിയ ജനറേഷൻ്റെ ഫഹദ് ഫാസിലെ, ഓബോ കുഞ്ചാക്കൻ എന്നുള്ള അവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്ക്രിപ്റ്റിനെ നല്ലൊരു സന്ദേശത്തെ അവർക്ക് ആവാഹിക്കാവുന്ന, അവർക്ക് പ്രകടിപ്പിക്കാവുന്നതിനേക്കാൾ കുറവായ ഒരു സ്ക്രിപ്റ്റായിരുന്നു അത്. ആ സ്ക്രിപ്റ്റ് ഒന്നോ രണ്ടോ നടന്മാരെ വെച്ചിട്ടൊരു മോഹൻലാലോ മമ്മൂട്ടിയോ ഒരു ഫഹദ് ഫാസിലോ ആരെങ്കിലും വെച്ചതായിരിക്കും അത് നല്ല സൂപ്പർ സിനിമയായിരുന്നു. പ്രേക്ഷകരെ ഇതിനേക്കാൾ ഉൾക്കൊള്ളിച്ച് ആകർഷിക്കുമായിരുന്നു. അത് ഒരു പക്ഷേ ഏറ്റവും നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാട്രിയോട്ട് തിയേറ്ററിൽ പരാജയപ്പെട്ടത്. അതിബാഹുല്യമായ സൂപ്പർ നടന്മാരുടെ അതിപ്രസരം കൊണ്ടാണ് അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ ഞാൻ മനസ്സിലാക്കുന്നത്.